തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിൽ തന്നെയാണ് മലയാളികൾ. കൊച്ചിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി ബ്രോഡ്വേയിലാണ് ഞാനുള്ളത്. ഈ എറണാകുളം മാർക്കറ്റിലെ ഈ ഇവിടെ പച്ചക്കറി വിൽക്കുന്ന സ്ഥലത്തായാലും ഒപ്പം തന്നെ തുണിത്തരങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയാലും തന്നെ വലിയൊരു തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അവസാന നിമിഷത്തിലും വലിയ തിരക്ക് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി അവസാനവട്ടം സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചേച്ചി, എങ്ങനെയാണ് സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങി? ഇല്ല, മേടിക്കുക, ഒന്നൊന്നായിട്ട് മേടിക്കുക. തുടങ്ങിയുള്ളോ? തുടങ്ങിയതേ ഉള്ളൂ. എങ്ങനെയാണ്, തുണികൾ മാത്രമാണോ ഇപ്പോൾ വാങ്ങിക്കുന്നത്? ബാക്കി ഇനി വെജിറ്റബിൾ ഒക്കെ മേടിച്ചു കഴിഞ്ഞു. ഇനി തുണി മാത്രമേ ഉള്ളൂ മേടിക്കാനുള്ളത്. ഇപ്പോൾ അവര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുണിത്തരങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ തുണിത്തരങ്ങൾ വാങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതേസമയത്ത് തന്നെ എറണാകുളം മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പച്ചക്കറി അടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഭാഗമാണ്. അവിടെയും ഇപ്പോഴും വലിയൊരു തിരക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ എറണാകുളം നഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഴയില വരെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നഗരപ്രദേശമാണ്, വീടുകളിലൊക്കെ സ്ഥലം കുറവാണ്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഓണസദ്യയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വാഴയിലയും. അപ്പോൾ ഈ വാഴയില ഒഴിച്ചുകൂടാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ വാഴയില വരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, എങ്ങനെയാണ് ഈ വാഴയിലയൊക്കെ കച്ചവടം നടക്കുന്നുണ്ടോ? വലിയ കുഴപ്പമില്ല. ഞങ്ങൾ കാലത്ത് വന്നാണ്. നമ്മളൊരു 10,000-3000 ചില നില കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10,000-2000 ചില നില തീർന്ന് ഇനി ഒരു 10,500 നിലയോട് ബാക്കിയുള്ളൂ. കുഴപ്പമൊന്നുമില്ല, കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മഴ മേടിച്ച് നിൽക്കുകയായിരുന്നു. ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. കുഴപ്പമില്ല, എല്ലാ ആൾക്കാരും സന്തോഷത്തിലാണ് ഈ ഓണം. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ചിപ്സൊക്കെ വിൽക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഈ സദ്യയിലെ മറ്റൊരു വിഭവമാണ് ഏതായാലും ചിപ്സ്. ചേട്ടാ, എങ്ങനെയാണ് ചിപ്സിൻ്റെ കച്ചവടമൊക്കെ? നല്ല കച്ചവടം. ഹാപ്പിയാണ്. ഓക്കെ, ഏതായാലും ശ്രീജ അവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കച്ചവടമൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടി പിടിക്കുന്നുണ്ട്. ചിപ്സും അത്തരത്തിലുള്ള ഈ സദ്യ വിഭവങ്ങൾക്കുള്ള കാഴ്ചകൾ അതെല്ലാം തന്നെ ഇപ്പോൾ ആളുകൾ വാങ്ങിക്കൊണ്ട് ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് സാധിക്കുന്നത്. മാത്രമല്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മഴ മുന്നറിയിപ്പ് കൂടി ഉള്ളൊരു സാഹചര്യത്തിൽ പരമാവധി നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം തന്നെ, അത്തരത്തിലുള്ളൊരു ധൃതി തന്നെയാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാണുന്നത്. വലിയ തിരക്കിൽ തന്നെയാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്ന തിരക്കും ഒപ്പം തന്നെ ഈ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ ആൾക്കാരുടെയും തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സദ്യക്കുള്ള പച്ചക്കറി വിഭവങ്ങളൊക്കെ എല്ലാം വാങ്ങി? അതാണ് വാങ്ങണത്. തുടങ്ങിയുള്ളൂ? ഇവിടെ തുടങ്ങിയുള്ളൂ? ഇവിടെ ഇല്ല, അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇവിടെ എത്തി. ശ്രീജ, നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു തിരക്ക് രാവിലെ മുതൽ തന്നെയുണ്ട്. ഈ തിരക്ക് മാർക്കറ്റിലെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒപ്പം തന്നെ നഗരത്തിലും മറ്റു ഭാഗങ്ങളിലൊക്കെ തിരക്ക് കുറഞ്ഞ ഒരു സാഹചര്യമാണ്. അതായത് എറണാകുളം നഗരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വലിയ തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ റോഡിലൊക്കെ വലിയ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമാണ് ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. ശ്രീജ, ശരി കിരൺ. അപ്പോൾ കൊച്ചിയിലെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ഉത്രാടപ്പാച്ചിലാണ്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളി.